എനിക്ക് എങ്ങനെയാലും അടിപൊളിയായി വരയ്ക്കണം. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കും, ബട്ട് എത്ര ചെയ്തിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. എനിക്കും ഇതുപോലെ വരയ്ക്കണം എന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടും എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഡൗട്ട് എല്ലാം നിങ്ങൾക്കും ഉണ്ടോ? സോ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് വീഡിയോ. പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ വരയ്ക്കുന്ന ആൾക്കാർ മാത്രമാണെന്ന്. ഫോട്ടോഗ്രാഫേഴ്സ് ആർട്ടിസ്റ്റാണ്, റൈറ്റേഴ്സ് ആർട്ടിസ്റ്റാണ്, കാലിഗ്രാഫി ചെയ്യുന്നവരുണ്ടല്ലോ അവർ ആർട്ടിസ്റ്റാണ്, അഭിനയിക്കുന്നവര്, പാട്ട് പാടുന്നവര്, അങ്ങനെ സോ മച്ച് കലാകാരന്മാരെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. അതായത് ടാലന്റ് ഉപയോഗിച്ച് ജീവിക്കുന്നവരെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. സോ മൈ ഡിയർ ഫ്രണ്ട്, യു ആർ ആൻ ആർട്ടിസ്റ്റ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ബഡീസ്, എൻ്റെ അടുത്ത് ഒരു 7 ഹാബിറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ചെയ്യാത്തതായിരിക്കും. ബട്ട് ഇഫ് യു ഫോളോ ദീസ്, യുവർ സക്സസ് ഈസ് നോട്ട് ടു ഫാർ ബഡി. അത് പറഞ്ഞപ്പോൾ ഓർത്ത് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായി എങ്ങനെ ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് യു CashKaro. CashKaro എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് വെബ്സൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന നേരത്തെ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, ബുക്ക് മൈ ഷോ, മേക്ക് മൈ ട്രിപ്പ്, ഇതിലെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് അപ്പം തന്നെ CashKaro തരും. സോ അതെങ്ങനെ ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അവൻ്റെ വെബ്സൈറ്റും ആപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻറ്റ് വെച്ച് ഏതാ വെച്ച് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ചുമ്മാ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറേ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആമസോൺ സെലക്ട് ചെയ്ത് കാണിച്ചാൽ, ആമസോൺ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ആക്ടിവേറ്റഡ് വേർഡ്സിൻ്റെ കാണും, ഓറഞ്ചിൽ ഒരു ബട്ടൺ, നമ്മൾ ഡയറക്റ്റ് ആമസോണിലേക്ക് എത്തും. ആമസോണിൽ എത്തിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പർച്ചേസ് നടത്തിയാലും അതിൻ്റെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് CashKaro അക്കൗണ്ടിൽ മൈ ഏണിങ്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. തീർന്നില്ല, നമ്മുടെ ക്യാഷ് ബാക്ക് 250 രൂപയ്ക്ക് കൂടുതലായെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് വൗച്ചറിലേക്ക് മാറ്റാനും പറ്റും. കയറുക, ചെല്ലുക, പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കും. അപ്പം അതൊക്കെയാണ് കഥ. നമ്പർ 1, ഗോ സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. കേൾക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി, ഹൗ അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടല്ലോ. ബട്ട് യാ, ആബ്സല്യൂട്ട്ലി ദിസ് ഈസ് റൈറ്റ്. ഇല്ലാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, നമ്മൾ പ്ലാൻ ഇട്ടുകൊണ്ടേയിരിക്കും, എക്സിക്യൂട്ട് ചെയ്യൂല. ഇന്ന് എന്തായാലും വേണ്ട, നമുക്ക് നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രത്തോളം ആയില്ലേ, എനിക്കൊരു മൂഡില്ല. ജസ്റ്റ് സ്റ്റാർട്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യാനുള്ളതാണ് അല്ലേ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ റെഡിയായി. നിങ്ങൾ റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയല്ല. There's a quote I found it recently. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, യു ഡോണ്ട് നീഡ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് നീഡ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. നമ്മുടെ തുടക്കം തന്നെ അടിപൊളിയായിരിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ തുടങ്ങിയാലേ അത് അടിപൊളി ആവുള്ളൂ. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു മൈൻഡ് സെറ്റാണ്, ഒക്കെ സെറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തുടങ്ങാൻ. അത് ശരിക്കും ഒരു ഡീഗ്രേഡബിൾ മൈൻഡ് സെറ്റാണ്. കുറച്ചുകൂടി നീറ്റായി പറയുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു മണ്ടൻ തോട്ടാണ്. എത്ര എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണം, ഞാൻ ഇപ്പം ഇട്ടുതരാം. ലുലു മോൾ യൂസഫ് അലി, KFC ചിക്കൻ, കൊക്കക്കോള, ആമസോൺ. ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾ പലയിടത്തു നിന്നും കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് കട നടത്തുന്ന ദിവാരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിക്ക് പണ്ട് ചെറിയൊരു കടയായിരുന്നില്ലേ, ഇപ്പോഴല്ലേ പുള്ളി വലിയൊരു കട ഉണ്ടാക്കി പുതിയ സെറ്റപ്പൊക്കെ ആക്കിയത്. ജസ്റ്റ് കിഡിങ് ബഡി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. തുടക്കം അടിപൊളിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ തുടങ്ങി വെച്ചാൽ അത് അടിപൊളിയാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. സോ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് ബഡി. ആൻഡ് നമ്പർ 2, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലിംഗ്. ആസ് ലോങ് ആസ് യു ആർ ലേണിംഗ്, യു ആർ നോട്ട് ഫെയിലിംഗ്. നമ്മൾ ഓരോ വട്ടം പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു 3-4 വട്ടം ചെയ്ത് നമുക്ക് തെറ്റിപ്പോയെന്ന് വെച്ചാൽ അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം തോൽവിയായി മാറാതെ ജസ്റ്റ് ഇത് എൻ്റെ പാഠമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചു, ഇനി എങ്ങനെ ചെയ്യാം, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോയെന്ന് വെച്ചാൽ എന്താ പറയുക ഗുണം, അടുത്ത വട്ടം ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഭാഗം എത്തിയെന്ന് വെച്ചാൽ അവിടെ നല്ല നീറ്റായിട്ട് കെയർഫുള്ളായിട്ട് നമ്മൾ ആ ഭാഗം ചെയ്ത് തീർക്കും. സോ ദാറ്റ്സ് വാട്ട് മേക്ക് ദ ഡിഫറൻസ്. ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഫെയിലിയർ ഗിവ്സ് യു പെർഫെക്ഷൻ. നമ്പർ 3 കംസ്, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ലെറ്റ് മീ ടെൽ യു സ്മോൾ സ്റ്റോറി. ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഈ ഒരു ഫോൺ മാത്രം വെച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് എ ഫോൺ, ഒരു മൈക്കില്ല, ഒരു ട്രൈപോഡില്ല, ഒരു ലൈറ്റിംഗ് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് അതായിരുന്നു എൻ്റെ മുമ്പത്തെ ട്രൈപോഡ് ബാക്ക് ദെൻ. യു ക്യാൻ സീ ദിസ്. സോ ഇറ്റ് വാസ് ഹാർഡ്, ഇറ്റ് വാസ് വെരി ഹാർഡ്. മലയാളത്തിൽ ഇത്രത്തോളം ക്രിയേറ്റേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് ഇവരുടെ ഇടയിൽ നിന്ന് പൊങ്ങി വരണമല്ലോ. സോ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ മീ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ബാക്ക് ദെൻ. സോ അപ്പോൾ വിത്തൗട്ട് മേക്കിംഗ് എനി എക്സ്ക്യൂസസ്
ഞാൻ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ യൂട്യൂബിൽ എങ്ങനെ ഇവരുടെ ഇടയിൽ എങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരാം കുറേ പഠിച്ചെടുത്തു. ഇതിലെന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ ചെയ്യുക, എങ്ങനെ നല്ല വീഡിയോസ് ഇടുക, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് ഇതെല്ലാം പഠിച്ചെടുത്തു. ഞാൻ എവിടെയും സ്റ്റക്ക് ചെയ്ത് നിന്നില്ല, എവിടെ എനിക്ക് തോന്നിയില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. സോ ഇതെല്ലാം ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഈ ലൈറ്റിംഗ് സെറ്റപ്പ്, ട്രൈപോഡ്, ഗോപ്രോ. പിന്നെ നെക്സ്റ്റ് വീക്ക് ഐ എം ഗോണ ബൈ എ ക്യാമറ. സർപ്രൈസ് ആയിരുന്നു. ഓക്കെ ഫൈൻ, ഐ ടോൾഡ് യു ഓൾറെഡി. എക്സ്ക്യൂസസ് നമ്മളെ എവിടെ എത്തിക്കൂല. ഡീഗ്രേഡ് ചെയ്യല്ലാതെ അപ്ഗ്രേഡ് നമ്മളെ ഒരിക്കലും ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് എപ്പോഴേലും ഒരു തോട്ട്, ഞാൻ ഇന്നിപ്പോൾ ഇത്രയും വർക്ക് ചെയ്തു, നാളെ എനിക്ക് ലീവ് എടുക്കാം, അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഇടയിൽ എപ്പോഴേലും വന്നെന്ന് വെച്ചാൽ ഒരിക്കലും വരത്തില്ല. സോ പിന്നെ ഞാൻ ബാക്ക് ദെൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയും ഒരു ചിന്ത വന്ന്, ഇത്രയും മലയാളത്തിൽ ഇത്രയും ക്രിയേറ്റേഴ്സ് ഇത്രയും യൂട്യൂബേഴ്സ് ഉള്ള ടൈമിൽ ഞാൻ എങ്ങനെ ഇതിനിടയിൽ ഫേമസ് ആയി വരും, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കില്ലായിരുന്നു. ഈ ഒരു CashKaro എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ലായിരുന്നു. സോ അതാണ് സെൽഫ് ഡൗട്ട് ആൻഡ് എക്സ്ക്യൂസസ്. നിങ്ങളുടെ കലയുണ്ടല്ലോ അതിനെ ഡീഗ്രേഡ് ചെയ്യല്ലാതെ ഒരിക്കലും പൊങ്ങിക്കൊണ്ട് വരില്ല. സോ ഇപ്പോൾ എനിക്ക് ഈ കഥ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി റൈറ്റ് നൗ. ഓക്കെ, സോ ഇതുപോലെ നിങ്ങളും ഭാവിയിൽ വേറെ അടുത്തതിലും നിങ്ങളുടെ സക്സസ് സ്റ്റോറി സക്സസ് അല്ലെങ്കിലും നിങ്ങളുടെ മുമ്പ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെ ആയി എന്നുള്ളൊരു സ്റ്റോറി പറയുമ്പോൾ you can feel that happiness. So yeah, stop making excuses. Number 4 is set your ambitious goal. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു എയിം വേണം, നമ്മൾ അറ്റം കാണണം. നമ്മളിപ്പോൾ ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ അത് എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ചുമ്മാ ചെയ്തുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ ഒരു കരക്കടുക്കാത്തൊരു തോണിയെ പോലെ നമ്മളിങ്ങനെ പാളി നടക്കും വെള്ളത്തിൽ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ. ജസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. ഓക്കെ, സോ നമുക്കൊരു എയിം വേണം, ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ള വഴിയിലൂടെ ഇങ്ങനെ പോവാം. ഓക്കെ, സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു എയിം ആയിരിക്കും. മേ ബി 2 years 3 years 4 5 years നമുക്ക് എടുത്തെന്ന് വരാം, ചിലപ്പോൾ അവിടെ എത്തിപ്പെടുന്നത് വെച്ചാൽ. സോ നമുക്കിപ്പോൾ തന്നെയാണ് ആലോചിച്ചത് അയ്യോ എന്ന് തോന്നി പോകരുത്. എനിക്കിപ്പോൾ തന്നെ തോന്നുകയാണ് എനിക്കൊരു ആക്ടറാണ് എന്ന് വെച്ചാൽ അയ്യോ ഞാൻ എങ്ങനെ നടനാവാൻ, മലയാളം സിനിമയിൽ ഇത്രത്തോളം കോമ്പറ്റീഷനുള്ള ടൈമിൽ ഹൗ ഐ ക്യാൻ ബിക്കം ആൻ ആക്ടർ, അങ്ങനെ തോട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ വരും. ബട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ്സ് ദ വേർഡ്, ബ്രേക്ക് ഇറ്റ് ഡൗൺ. സോ അപ്പോൾ ഒരു നടനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറേ ഷോർട്ട് ഫിലിംസ് അഭിനയിക്കണം. ഷോർട്ട് ഫിലിംസ് അഭിനയിച്ച് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസും കുറേ പേര് കാണുമ്പോൾ നമ്മുടെ ഒരു ഇത് വരും. പിന്നെ കുറച്ച് ഡ്രാമാസിൽ അഭിനയിക്കണം. ഓക്കെ, പിന്നെ ഫിലിം സ്കൂളിൽ പോയിട്ട് ഫിലിം പഠിക്കണം, പിന്നെ തിരിച്ച് വന്നിട്ട് ചെറിയ ചെറിയ റോൾസ് ചെയ്യണം. സോ ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ബ്രേക്ക് ചെയ്ത് അങ്ങനെ ചെറിയ ഇപ്പോൾ വലിയൊരു എയിം സിനിമ നടനെ വന്നതാണ്. സോ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തത്തുള്ളൂ. സോ അങ്ങനെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ എല്ലാ കാര്യവും ബ്രേക്ക് ചെയ്യുക. സോ ഈ സെയിം മെത്തേഡിനെ നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിലേക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് വരക്കണം എന്ന് വെച്ചോ. ഓക്കെ, ദിസ് ഡ്രോയിങ് ഇസ് ഡൺ ബൈ മാർക്കോഗ്രാഫി. ആൻഡ് പുള്ളിയുടെ ഒരു മെത്തേഡിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ടല്ലോ, ഫസ്റ്റ് ഡേ നമ്മൾ ഐ മാത്രം വരയ്ക്കും, സെക്കൻഡ് ഡേ നമ്മൾ നോസ് മാത്രം വരയ്ക്കും, തേർഡ് ഡേ നമ്മൾ ലിപ്സ് മാത്രം വരയ്ക്കും. അങ്ങനെ ഓരോ ഡേ ഓരോ സ്പ്ലിറ്റ് ചെയ്ത് വെക്കും. സോ അങ്ങനെ 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴത്തേനും ആ പിക്ചർ കംപ്ലീറ്റ് ആവും. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ ആലോചിക്കും ഇതൊരു 2 ആഴ്ച എടുക്കും ഒരു പിക്ചർ ഡ്രോ ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ലോ തീർന്ന്. സോ അങ്ങനെ ചിന്തിക്കാതെ ഇന്ന് നമ്മൾ ഐ മാത്രം വരയ്ക്കുന്നു, നാളെ നോസ് വാട്ട് ഐ സെറ്റ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് മേക്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ യുവർ ഗോൾ ഇൻ ടു സം tiny habits. That's what the main tiny habits. Okay, so number 5 and 5th one finally is make the progress, not the outcome you wished or you dreamed or something. അതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ എയിം എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത് അത് ഡ്രോപ്പ് ചെയ്യാതെ കീപ്പ് ഓൺ പ്രോഗ്രസിങ് വാട്ട് യു ആർ ഡൂയിങ്, ബട്ട് ഡോണ്ട് എവർ സ്റ്റോപ്പ്. യു ലൂസ് വെൻ യു സ്റ്റോപ്പ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യു ആർ ദ വേ ടു സക്സസ് ഓർ വേ ടു റിസൾട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, എനിക്ക് ചെയ്യാൻ വയ്യ, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ യു ലൂസ് ദ പാർട്ട്, യു ലൂസ് ദ ഗെയിം. കീപ്പ് അപ്പ് വിത്ത് ദ ഫ്ലോ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ഗുഡ്. സോ ഇതെല്ലാമാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതായത് 5 ഹാബിറ്റ്സ് ദാറ്റ് യു ഷുഡ് ഫോളോ ടു മേക്ക് യുവർ പ്രോഗ്രസ് ടു യുവർ ഗോൾ. ഓക്കെ, അപ്പോൾ ഓക്കെ, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് പാക്കലാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്.